നമ്മൾ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രിക്കലായിട്ടുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതിൽ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങും നോക്കി, അതുപോലെ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങും നോക്കി. നെക്സ്റ്റ് നോക്കാനുള്ളത് എസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന കോൺസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. കോൺസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കോൺസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ലോഡിൻ്റെ ആക്ഷൻ കടന്നു പോകുന്നത് ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കോൺസെൻട്രിക് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് കടന്നു പോകുന്നത് ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ തന്നെയാണ് അത് പാസ് ചെയ്യുന്നത്. ഫോഴ്സ് പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ്, അത്തരത്തിലുള്ളതിനാണ് നമ്മൾ കോൺസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സിമ്മട്രിക് ആയിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ സോയിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ വ്യൂ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫൂട്ടിംഗ് എങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ തന്നെയായിരിക്കും നമ്മുടെ കോളത്തിലൂടെയുള്ള ഫോഴ്സും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിരിക്കും. സോയിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സിമെട്രിക്കലി ഇൻ സിമെട്രിക്കലി ലോഡഡ് കോളം where the resultant P and the self weight of footing and backfill passes through the centroid of the footing. അതാണ് ഒരു കോൺസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞത് സോയിൽ പ്രഷർ എന്താ യൂണിഫോമിലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ക്യൂ ആണെങ്കിൽ ഈ ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഫൂട്ടിംഗ് ആയിരിക്കും. ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ കോളം ലോഡ് പിയും പിന്നെ അതുപോലെ തന്നെ സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിങ്ങും അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ബാക്ക് ഫില്ലും രണ്ടും കൂടിയിട്ട് ഡെൽറ്റ പി, ഇതാണ് അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഫൂട്ടിംഗ്. ഇങ്ങനെ യൂണിഫോം പ്രഷർ ആയിരിക്കും അതിൻ്റെ താഴെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇൻ കോൺസെൻട്രിക് ഫൂട്ടിംഗ് സബ്ജക്റ്റ് ടു എ യൂണിഫോം പ്രഷർ ഓഫ് ക്യൂ. അതാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എസെൻട്രിക് ഫൂട്ടിംഗ് ആണ്. എസെൻട്രിക് ഫൂട്ടിംഗ് എന്തായിരിക്കും? ഫോഴ്സ് ഈസ് നോട്ട് പാസിങ് ടു ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൂട്ടിംഗ് എന്ന് ചോദിക്കുക. ഇവിടെ ഒരു കോളുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാതെ സിമെട്രിക്കൽ അല്ലാന്ന്. ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനിലൂടെയാണ് ഫോഴ്സ് കടന്നു പോകുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഫോഴ്സ് ഈസ് നോട്ട് പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ് സച്ച് ഫൂട്ടിംഗ് ഈസ് നോൺ ആസ് എസെൻട്രിക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. നോൺ യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്ലാൻ വ്യൂ നോക്കാം. അപ്പോൾ ഈ ഒരു കേസ് ആണെങ്കിൽ ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. ഇതാണ് ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കോളം എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നോക്കുക. ഇതിലൂടെയാണ് ലോഡ് കടന്നു പോകുന്നതെങ്കിൽ ഇവിടെ ലോഡ് കടന്നു പോകുന്ന ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ തന്നെയാണ്. എക്സ് ഡയറക്ഷനിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വൈ ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആ ഒരു ഫോഴ്സ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ളതിനാണ് നമ്മൾ യൂണി ആക്സിൽ എസെൻട്രിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ആക്സിസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ലോഡിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണി ആക്സിയലി എസെൻട്രിക് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യൂണി ആക്സിയലി എസെൻട്രിക് ഫൂട്ടിംഗ് ആണ്. അത് വൈ ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ലൈൻ ഓഫ് ആക്ഷൻ കടന്നു പോകുന്നത്. ഇൻ കേസ് ഒരു കോർണർ കോളം എങ്ങാനും ആണെങ്കിൽ, കോർണർ കോളം എന്ന് പറഞ്ഞാൽ ഒരു ഫൂട്ടിങ്ങിൻ്റെ ഇതാണ് ഫൂട്ടിംഗ് എങ്കിൽ ഈ ഫൂട്ടിങ്ങിൻ്റെ കോർണറിലായിട്ടാണ് കോളം സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയാണ് കോളം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതാണ് ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലോഡ് എന്ന് പറയുന്നത് ഈ പോയിന്റിലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലോഡ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അതുപോലെ തന്നെ എക്സ് ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അതുപോലെ തന്നെ വൈ ഡയറക്ഷനിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്.
അത്തരത്തിലുള്ളതാണ് ബൈആക്സിയൽ എസെൻട്രിക് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. എക്സ് വൈ ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനും ഒരു എസെൻട്രിസിറ്റി ഉണ്ടാവും. ഇവിടെ ഒരു ഇ എക്സ് എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഒരു ഇ വൈ എന്ന് പറഞ്ഞിട്ടും രണ്ട് എസെൻട്രിസിറ്റി ഉണ്ടാവും. ദ റിസൾട്ടന്റ് ഓഫ് ലോഡ് ആക്ഷൻ ഓൺ എ ഫൂട്ടിംഗ് മേ ആക്ട് എസെൻട്രിക്കലി വിത്ത് റെസ്പെക്ട് ടു ദി സെൻട്രോയിഡ് ഓഫ് ദി ഫൂട്ടിംഗ് പീസ്. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ബൈആക്സിയൽ എസെൻട്രിക് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു എസെൻട്രിക് കോളം ആയിട്ട് നമ്മൾ ലോഡ് ഡിസൈൻ ചെയ്യുന്ന കേസസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എസെൻട്രിക് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരുന്ന എന്താ പറയുക സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഫൂട്ടിംഗ് ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ടൊരു പി എന്ന് പറഞ്ഞാൽ ലോഡ് മാത്രം വന്നിരുന്നെങ്കിൽ നമുക്ക് സാധാരണ കോൺസെൻട്രിക് ഡിസൈൻ മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇൻ കേസ് ഒരു അഡീഷണൽ ആയിട്ടൊരു മൊമെൻറ്റും കൂടി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കോളം ട്രാൻസ്മിറ്റിംഗ് എ മൊമെൻറ്റ് ഇൻ അഡീഷൻ ടു ദി വെർട്ടിക്കൽ ലോഡ്, ഇൻ സച്ച് കേസ് വി ഗോ ഫോർ എ എസെൻട്രിക് ഫൂട്ടിംഗ് ഡിസൈൻ. ഇവിടെ എം ആണെന്ന് ഒരു എക്സ്ട്രാ ഒരു ലോഡും കൂടി ഉണ്ട്. ദ കോളം ട്രാൻസ്മിറ്റിംഗ് എ മൊമെൻറ്റ് ഇൻ അഡീഷൻ ടു ദി വെർട്ടിക്കൽ ലോഡ്, ഇൻ സച്ച് കേസ് ഡിസൈൻ എ എസെൻട്രിക് ഫൂട്ടിംഗ്. ആ കേസിന് നമ്മൾ എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോളം ഒരു ഇതാണ് നമ്മുടെ ഒരു പി എന്ന് പറഞ്ഞ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഫൂട്ടിങ്. ഈ കേസിൽ പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിംഗ് എന്നൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ആ കേസിൽ നമ്മൾ എസെൻട്രിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ദ കോളം ക്യാരിങ് എ വെർട്ടിക്കൽ ലോഡ് ഓഫ്സെറ്റ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡ് ഓഫ് ദി ഫൂട്ടിംഗ്. ഇപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മാറിയിട്ട്, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് മാറിയിട്ടാണ് ഇത് പി ആക്ട് ചെയ്യുന്നത്. അത്തരത്തെ കേസിൽ നമ്മൾ എസെൻട്രിക് കോളം ആയിട്ടാണ്, എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ കോളം ട്രാൻസ്മിറ്റിംഗ് എ ലാറ്ററൽ ഫോഴ്സ് ലൊക്കേറ്റഡ് അബോവ് ദി ബേസ് ഓഫ് ഫൂട്ടിംഗ് ഇൻ അഡീഷൻ ടു ദി വെർട്ടിക്കൽ ലോഡ്. അതായത് ഒരു വെർട്ടിക്കൽ ലോഡ് ഉണ്ട്, ആ വെർട്ടിക്കൽ ലോഡിൽ കൂടാതെ ഇതിനൊരു ഹോറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ലാറ്ററൽ ഫോഴ്സും കൂടി ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ട കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു വെർട്ടിക്കൽ ലോഡ് കൂടാണ്ട് ഒരു മൊമെൻറ്റും കൂടി ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണെങ്കിൽ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ കൂടെ ഒരു ഹോറിസോണ്ടൽ ഫോഴ്സും കൂടി വരും. ഇത്തരത്തിലുള്ള കേസിലൊക്കെ നമ്മൾ എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എസെൻട്രിക് ഫൂട്ടിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയാം, രണ്ട് രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ യൂണി ആക്സിൽ എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ട് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ബൈ ആക്സിൽ എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. ബൈ ആക്സിൽ എസെൻട്രിക് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇതൊരു കോർണർ ഓഫ് കോളം ഒക്കെയാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ കോർണർ കോളത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ രണ്ട് ആക്സിസിലും ഒരു പ്രത്യേക ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലോഡ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള കേസിനാണ് ബൈ ആക്സിൽ എസെൻട്രിക് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എസെൻട്രിക് ഫൂട്ടിങ്ങിലെ പ്രഷർ, സോയിൽ പ്രഷർ എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം. സോയിൽ പ്രഷർ അണ്ടർ എസെൻട്രിക് ഫൂട്ടിംഗ്. എസെൻട്രിക് ഫൂട്ടിംഗ് ആവുന്ന സമയത്ത് സോയിൽ പ്രഷർ യൂണിഫോം എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, റിജിഡ് ആണെങ്കിൽ, ഫൂട്ടിംഗ് റിജിഡ് ആണെങ്കിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ആ ഒരു അസംഷൻ്റെ ബേസിലാണ് നമ്മളിത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫൂട്ടിംഗ് ഈസ് റിജിഡ്, pressure distribution is linear. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് എന്ന് പറഞ്ഞാൽ, പി എന്ന് പറഞ്ഞാൽ കോളം ലോഡാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പി എന്ന് പറഞ്ഞാൽ കോളം ലോഡാണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ബാക്ക് ഫില്ലിൻ്റെ വെയിറ്റും കൂടി വരും, വെയിറ്റ് ഓഫ് ബാക്ക് ഫില്ലും കൂടി വരും. ഇ എന്ന് പറഞ്ഞാൽ എസെൻട്രിസിറ്റിയാണ്. ഇനി നമുക്ക് രണ്ട് കേസ് നോക്കാനുണ്ട്. കേസ് 1 എന്ന് പറഞ്ഞാൽ, എസെൻട്രിസിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L/6. ഈ ഒരു കേസ് നോക്കണം. അതുപോലെ തന്നെ
എസെൻട്രിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ L/6. ഇങ്ങനത്തെ 2 കേസാണ് നമ്മളിത് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു L/6 എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് മിഡിൽ തേർഡ് ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. ലോഡ് ഈസ് ആക്ടിങ് മിഡിൽ തേർഡ് ഓഫ് ഫൂട്ടിംഗ്. മിഡിൽ തേർഡ് ഓഫ് ദ ഫൂട്ടിങ്ങിലൂടെ ആയിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ എസെൻട്രിസിറ്റിയാണ്. എസെൻട്രിസിറ്റി നമ്മൾ എങ്ങനെ കണ്ടത്? എം ആണ് അവിടെ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റും പി ആണ് ലോഡെങ്കിലും M/P ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പി കൺസിഡർ ചെയ്യണം. അതായത് പി പ്ലസ് ഡെൽറ്റ പി കൺസിഡർ ചെയ്യണം. ജനറലായിട്ട് നമുക്ക് ഇ ഈസ് ഈക്വൽ ടു M/P എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒരു എസെൻട്രിക് ഫൂട്ടിംഗ് ആണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. അവിടെ ആക്ട് ചെയ്യുന്ന ഒരു പി എന്ന് പറഞ്ഞൊരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പിയും ഒരു വെർട്ടിക്കൽ ലോഡിൻ്റെ കൂടെ അതൊരു എമ്മും കൂടി ഒരു മൊമെൻറ്റും കൂടി ആക്ട് ചെയ്താൽ അതിന് നമ്മൾ എസെൻട്രിക് ഫൂട്ടിംഗ് ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ലോഡ് ഈ ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ മൊമെൻറ്റും കൂടി ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ലോഡ് എന്ന് പറയുന്നത് എസെൻട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പി പ്ലസ് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ കോളം ലോഡാണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഈ ഫൂട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്ക് ഫീലിൻ്റെയും കൂടി എല്ലാം കൂടിയുള്ള ഒരു വെയിറ്റ് ആണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. അപ്പോൾ പി പ്ലസ് ഡെൽറ്റ പി എന്ന് ആക്ട് ചെയ്യുന്നത് ഒരു എസെൻട്രിസിറ്റി മാറിയിട്ടാണ് ഈ പി പ്ലസ് ഡെൽറ്റ പി ആക്ട് ചെയ്തത്. ഒരു ഈ ഡിസ്റ്റൻസ് മാറിയിട്ട്. അപ്പോൾ ഈൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ M/P ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റും പി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി പ്ലസ് ഡെൽറ്റ പി. അവിടെയാണ് ഈ ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ലീനിയർ ആയിട്ടായിരിക്കും ഇതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വേരി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യൂ മിനിമം ഉണ്ടാവും, ഈ ഒരു എൻഡിൽ ക്യൂ മിനിമം ഉണ്ടാവും, ഈ ഒരു എൻഡിൽ ക്യൂ മാക്സിമം ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ലീനിയർ ആയിട്ടുള്ളൊരു വേരിയേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്ര രീതിയിലാണ് ഇവിടെയുള്ള സോയിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ പി പ്ലസ് ഡെൽറ്റ പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിയാക്ഷനും ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് R എന്ന് പറഞ്ഞാൽ പി പ്ലസ് ഡെൽറ്റ പിക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പോൾ എൻ്റയർ കോണ്ടാക്ട് ഏരിയ ഓഫ് ഫൂട്ടിംഗ് ഈസ് സബ്ജക്റ്റഡ് ടു എ നോൺ യൂണിഫോം പ്രഷർ വിച്ച് വേരീസ് ലീനിയർലി ഫ്രം ക്യൂ മിനിമം ടു ക്യൂ മാക്സ്. അപ്പോൾ ഈ ഒരു എൻ്റയർ കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് എന്താ ഒരു നോൺ യൂണിഫോം പ്രഷറാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ആദ്യത്തെ കോൺസ്റ്റൻ്റ് കേസിലാണെങ്കിൽ ഈക്വൽ ആയിരുന്നു പ്രഷർ, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്നുണ്ട്. ക്യൂ മിനിമത്തിൽ നിന്ന് ക്യൂ മാക്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് വേരി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്യൂ മാക്സിൻ്റെയും ക്യൂ മിനിമത്തിൻ്റെ എക്സ്പ്രഷൻസ് നോക്കാം. അപ്പോൾ ക്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ അവിടെയുള്ള ലോഡ് എന്നത് പി ആണെങ്കിൽ പി ബൈ ടോട്ടൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. പക്ഷെ അവിടെ ഒരു മൊമെൻറ്റ് കാരണം ഒരു സ്ട്രെസ്സും ഉണ്ടാവും. മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും ഉണ്ടാവും. അതായത് പ്ലസ് M/Z കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമുക്കറിയാം മൊമെൻറ്റ് കാരണം ബെൻഡിങ് സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? നമുക്കറിയാം M/I = σy ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് M = σ × I/Y എന്ന് എഴുതാം. I/Y എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ആണ് σz. സോ സിഗ്മ എന്ന് പറഞ്ഞാൽ mz, അതായത് സ്ട്രെസ് ബെൻഡിങ് സ്ട്രെസ് മൊമെൻറ്റ് കാരണം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ M/Z ആണ്. അപ്പോൾ P/A എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലോഡ് കാരണം അവിടെ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, അതാണ് P/A. അത് കൂടാതെ അവിടെ ഒരു മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് M/Z. അതാണ് ക്യൂ മാക്സ് എന്ന് പറയുന്നത്. ക്യൂ മിനിമം എന്ന് പറയുമ്പം P/A - M/Z എന്ന് വരും. അപ്പോൾ നമ്മളെ കേസിൽ ക്യൂ മാക്സും ക്യൂ മിനിമം എന്തായിരിക്കും? ക്യൂ മാക്സ് ഓർ ക്യൂ മിനിമം P/A. P എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് കൺസിഡർ ചെയ്യണം. P/Δp / ഏരിയ. അപ്പോൾ ക്യൂ മാക്സ് ആണെങ്കിൽ പ്ലസ്, മിനിമം ആണെങ്കിൽ മൈനസ്. അപ്പോൾ പ്ലസോ മൈനസ് കറസ്പോണ്ടിങ് നമ്മൾ യൂസ് ചെയ്യണം. P + Δp × E. M എന്ന് പറഞ്ഞാൽ എന്താ? P × E എന്നാണ്, ലോഡ് × എസെൻട്രിസിറ്റിയാണ്. അപ്പോൾ P + Δp E/Z എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഫൂട്ടിങ്ങിൻ്റെ ഏരിയയാണ് B × L. Z എന്ന് പറഞ്ഞാൽ BL² / 6. I/Y ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BL² / 6 എന്ന് കിട്ടും. ഇവിടെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഫൂട്ടിങ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് എസെൻട്രിസിറ്റി ആണ്.
എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഫൂട്ടിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് എസെൻട്രിസിറ്റി ആണ്. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ക്യൂ മാക്സ് ഓ ക്യൂ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പ്ലസ് ഡെൽറ്റ പി എ ഇൻറ്റു 1 + or -6 എന്ന് കിട്ടും. അതായത് നമ്മൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ മാക്സ് അല്ലെങ്കിൽ ക്യൂ മിനിമത്തിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി പ്ലസ് ഡെൽറ്റ പി ബൈ എ ± പി പ്ലസ് ഡെൽറ്റ പി ഇ ബൈ സെഡ് എന്നായിരുന്നു. നമുക്ക് സെഡിന് എക്ക് പകരം നമുക്ക് ബി എൽ എന്ന് ഇട്ട് കൊടുക്കാം. സെഡിന് പകരം BL²/6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബി എല്ലിന് നമുക്ക് രണ്ട് ഭാഗത്തുനിന്ന് കോമൺ ആക്കി എടുക്കാം. അതുപോലെ പി പ്ലസ് ഡെൽറ്റ പിന് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പി പ്ലസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എൽ ഇത് വരുമ്പോൾ 1 + 6E/L എന്ന് വരും. അപ്പോൾ ഇതിൽ ബി ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. അതുകൊണ്ട് ഈ ബി ഇൻറ്റു എല്ലിന് പകരം നമുക്ക് ഏരിയ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ <= L/6 ആണ് നമ്മുടെ കേസ് വന്നത്. അപ്പോൾ ലിമിറ്റിംഗ് കേസ് എന്ന് പറഞ്ഞാൽ L/6 ആവുന്ന കേസ് = L/6 ആവുന്നതാണ് നമ്മുടെ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് കേസ് നമുക്ക് എന്ത് പറയാം, = L/6 ആയിരിക്കും. അപ്പോൾ ക്യൂ മിനിമം എന്ന് പറഞ്ഞാൽ ഈക്ക് L/6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിനിമം എന്ന് പറയുമ്പോൾ 1 - കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈക്ക് L/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തിട്ട് 1 - 1 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ എൻ്റെ ഇക്വേഷൻ 0 ആയി മാറി. ഇനി ക്യൂ മാക്സ് എന്ന് പറയുമ്പം = L/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 + 6 × L/6 / L. അപ്പോൾ ഈ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 2 ആവും. അപ്പോൾ 2 × പി പ്ലസ് ഡെൽറ്റ പി ബൈ എ എന്ന് വരും. അപ്പോൾ ഇതാണ് ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്. സോ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായത് 0 ആണ്, ഒരു ഭാഗത്ത് 0 ആണ്, ഒരു ഭാഗത്ത് 2 × പി പ്ലസ് ഡെൽറ്റ പി ഡിവൈഡ് ബൈ എ എന്നാണ്. അപ്പം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഈ കേസിൽ നമുക്ക് കിട്ടുക. ഒരു ട്രയാങ്കുലർ പ്രഷർ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ലിമിറ്റിംഗ് കേസിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു ലിമിറ്റിംഗ് കേസ് വാല്യൂ ചെയ്യുന്നത് യൂണി ആക്സിയൽ ബെൻഡിങ്ങിന് മാത്രമാണ്. ഇറ്റ് ഈസ് വാല്യൂഡ് ഫോർ യൂണി ആക്സിയൽ ബെൻഡിങ്ങിനാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. ബൈആക്സിയൽ ബെൻഡിങ് ആണെങ്കിൽ ബൈആക്സിയൽ ബെൻഡിങ്ങിൽ ലിമിറ്റിംഗ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ബൈആക്സിയൽ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ അതുപോലെ വൈ ഡയറക്ഷനും എസെൻട്രിസിറ്റി ഉണ്ട്. അപ്പോൾ EX/LX / 6 + EY / LY / 6 <= 1 എന്നതാണ് ബൈആക്സിയൽ കേസിൻ്റെ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കേസ് നോക്കാം. കേസ് 2 എന്ന് പറയുന്നത് L/6 ആയിരുന്നു. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ <= L/6 ആയിരുന്നു. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ L/6 ആണ്. അപ്പോൾ L/6 ആവുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പം ക്യൂ മിനിമത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, പി പ്ലസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 - 6E/L എന്നായിരുന്നു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ L/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ L/6 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ 1-നേക്കാളും കൂടുതലാവും. ഈക്ക് നമ്മൾ L/6 വലിയ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1-നേക്കാളും വലുതാവും. അപ്പോൾ 1 - അതിനേക്കാളും വലിയൊരു വാല്യൂ വരുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വരും. ഒരു നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് ക്യൂ മിനിമം കിട്ടുക. സോ ക്യൂ മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ അവിടെ ഉണ്ടാകുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ ഈ കേസിൽ അവിടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ടെൻസൈൽ ഫോഴ്സാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതൊരു ടെൻസൈൽ ഫോഴ്സിനാണ്. അത്തരത്തിലൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻവാലിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഇൻവാലിഡ് കണ്ടീഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
അവിടെ ക്യൂ മിനിമം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്നത് ടെൻസൈൽ ഫോഴ്സ് ആയിട്ടാണ് വരിക. അപ്പം ടെൻഷൻ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി കനോട്ട് ബി പ്രാക്ടിക്കലി എക്സ്പെക്റ്റഡ് ഫ്രം സോയിൽ. അപ്പോൾ സോയിൽ നിന്നൊരു ടെൻഷൻ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കംപ്രഷൻ മാത്രമേ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് ആണ്. അപ്പോൾ ടെൻഷൻ റെസിസ്റ്റിംഗ് capacity cannot be practically expected from the soil. ഇത്തരത്തിലുള്ള കേസ് നമ്മൾ എന്താ ചെയ്യാൻ നോക്കുക, നമ്മളൊരു ട്രയാങ്കുലർ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇത്തരത്തിലൊരു കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഫുൾ എൻറ്റയർ ലെങ്ത് ഓഫ് ഫൂട്ടിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു L' എന്ന് പറഞ്ഞൊരു ലെങ്ത്തിലേക്ക് ഒരു ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസ്യൂമിങ് എ ട്രയാങ്കുലർ pressure distribution soil assuming a triangular pressure distribution bracket soil under compression alone. അതായത് ഈ ഒരു കേസിൽ നമ്മൾ ട്രയാങ്കുലർ പ്രഷർ ഡിസ്ട്രിബ്യൂഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് അവിടെ ടെൻഷൻ വരുന്ന ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു കംപ്രഷൻ വരുന്ന ഭാഗം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതും ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കൺസിഡറിങ് എ കൊലീനിയർ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ് സോയിൽ റിയാക്ഷൻ ആർ വിത്ത് റെസ്പെക്ട് ടു എസെൻട്രിക് ലോഡിംഗ് P പ്ലസ് ഡെൽറ്റ പി വിത്ത് R ഈക്വൽ ടു P പ്ലസ് ഡെൽറ്റ പി എന്നാണ് പറയുന്നത്. അതായത് ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ടൻറ്റിന് കൊലീനിയർ ആയിട്ട് റിയാക്ഷനും ആക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ P പ്ലസ് ഡെൽറ്റ പി ആണ്. കൺസിഡറിങ് എ കൊലീനിയർ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി resultant soil reaction are with the eccentric load P plus delta P with reaction R equal to P plus delta P. ഈ ഒരു രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഫൂട്ടിങ്. ഇവിടെ പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ടാണൊരു മൊമെൻറ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് പി പ്ലസ് ഡെൽറ്റ പിക്ക് ഈക്വലായിട്ട് ആണ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ആർ എന്ന് പറഞ്ഞാൽ P പ്ലസ് ഡെൽറ്റ പി ആണ്. അത് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇ എന്ന് പറഞ്ഞാൽ ഇ സീക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ഇ എന്ന് പറഞ്ഞാൽ M/P പ്ലസ് ഡെൽറ്റ പി എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇ ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഇ എന്ന് പറഞ്ഞാൽ M/P പ്ലസ് ഡെൽറ്റ പി. അത് ഈ കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന്, ഈ ഫൂട്ടിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു ലൈന് വരെയുള്ളതാണ് ഇ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L/2 ആണ്. 0.5 L ആണ്. 0.5 L മൈനസ് ഇ ആയിരിക്കും സി എന്ന് പറഞ്ഞാൽ 0.5 L മൈനസ് ഇ ആണ് സി എന്ന് അറിയാം. ഇനി പറയുന്നത് ഇതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ട്രയാങ്കുലർ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റത്ത് ക്യൂ മാക്സിമം ഉണ്ടാവും,
വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 0 ആയിരിക്കും, എന്നാലേ ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആവും. ഇത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ ഡാഷ് ആയിരിക്കും. ഒരു എൽ ഡാഷ് ഡിസ്റ്റൻസിലേക്ക് മാത്രമാണ് ഇങ്ങനെ ഇതാക്ട് ചെയ്യുന്നത്. അതിന് ശേഷം അവിടെ എന്താണ് ടെൻസൈലാണ് ഉണ്ടാകുന്നത്. നമ്മൾ സോയിൽ അണ്ടർ കംപ്രഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫുൾ ലെങ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എൽ ആണ്. ഇവിടെ നമുക്ക് ക്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ 2 × P + ∆P ഡിവൈഡഡ് ബൈ ഏരിയ ആയിരുന്നു. ഈ കേസിൽ ഏരിയ എന്ന് പറഞ്ഞാൽ B × L ഡാഷ് അപ് ടു L ഡാഷ് വരെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ L ഡാഷ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് C ആണ്. C എന്ന് പറഞ്ഞാൽ 0.5 L - E. ആ ബാക്കിയുള്ള E കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തിനാണ് നമ്മൾ C എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു E > L/6 ആവുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ബേസ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാനുള്ളത്.